ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എവിടെ പോകുന്നേ കുട്ടാപ്പു? അബുദാബി മോൾ. അപ്പം നമ്മൾ 4 പേരും കൂടെ കറങ്ങാൻ പോവാണ്. ശംഭു ഇന്നേട്ട് തെറ്റിയിട്ട് അവിടെ കട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ വരുന്നുണ്ട്, അസൂയായിട്ട് വരുന്നുണ്ട്. വരൂ, രണ്ടാളും ഇന്ന് സെയിം കോസ്റ്റ്യൂമാണ് കേട്ടോ. കുട്ടാപ്പും സെയിം ആണ്, സംഗുമ്മയും സെയിം ആണ്. വായന കൈയെടുക്കും. ആടാ രണ്ടാളും ഏ പറയൂ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ടാക്സി കയറി. നടക്കാനുള്ള ദൂരമുള്ളൂ, പക്ഷെ പിള്ളേരെ എടുത്ത് നടക്കുന്ന കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ടാക്സിയിലാണ് പോയത്. അങ്ങനെ നമ്മൾ അബുദാബി മോളിൽ എത്തി. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മോളിലൊക്കെ നന്നായിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന വഴിക്ക് തന്നെ നല്ലൊരു ഡെക്കറേഷനും കാര്യങ്ങളും കണ്ടു. അപ്പോൾ ഇതേപോലെ കുട്ടികളേനെ അവിടെ നിർത്തിയിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. നല്ല സാധനങ്ങളല്ലേ, എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തിയിട്ട് 1-2 കിട്ടി. ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. കയറുന്ന സമയത്ത് തന്നെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. എന്നാൽ പിന്നെ വേറെ പോകാറുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം പരിപാടി, അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങിത്തരുമോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുട്ടാപ്പോനും എടുത്തത് ചിന്നുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ശംഖുവിന് കുറച്ചൊരു അസൂയ കയറി. ചിന്നു എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ പിന്നെ ചിന്നു ആണ് അവളേനെ എടുത്തത്. അപ്പം അത് കണ്ട് മറ്റാൾക്ക് ഇതായിട്ട് ഞാൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റാൾ എൻ്റെ മേത്ത് കയറി. താഴെ ഇറങ്ങി ഓടി കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എസ്കലേറ്ററിലൊക്കെ കയറുന്നതുകൊണ്ട് താഴെ ഇറക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ദേഷ്യത്തിലാട്ടോ. അവിടെയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുകളുടെ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ്. മേക്കപ്പ് മാത്രമല്ല കേട്ടോ, ഷൂവിൻ്റെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ആണെങ്കിലും സ്യൂട്ടുകളുടെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു അവിടെ. പിന്നെ 2 താഴെ ഇറക്കി വിട്ടു. അപ്പോൾ ശംഖു ആണെങ്കിൽ താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ സ്വിച്ച് ബോർഡ് ഉണ്ടോ അതിൻ്റെ ഇടയിൽ പോയിട്ട് കൈയിടാൻ നോക്കുകയാണ്. പിന്നെ സകലമാന കടയിലും കയറുന്നുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് കാര്യങ്ങൾ, വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ പിള്ളേരെ എൻജോയ് ചെയ്ത് അവിടെ ഫുള്ള് ഓടി നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സാധനം നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ശംഖു അവിടെ ഒരു കടയിലുള്ള പ്രതിമേനെ നോക്കിയിട്ട് അവളുടെ ഏട്ടനെ ചിപ്പൂനെ പോലെ ഉണ്ട് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇതവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു. ഇതിൻ്റെ താഴെ അവർ ക്രിസ്മസ് മാർക്കറ്റ് പോലെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എന്തൊരു വലിയ ട്രീ ആണെന്നറിയോ, താഴെ തൊട്ടിട്ട് മുകളിൽ വരെ ഉണ്ട് അതിൻ്റെ ആ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളും. അടുത്തുനിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ തന്നെയുള്ള കുറേ സ്റ്റോറുകളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അപ്പത്തിന് മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ രണ്ടാമത് ഈ ട്രീൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക ചെയ്തത്.
അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശംഖുവിന് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇത് കണ്ടിട്ട് വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ബാൽമെൻ പാരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഷർട്ടിൻ്റെയും ടീഷർട്ടിൻ്റെ ഒക്കെ ലക്ഷൂറിയസ് ബ്രാൻഡാണ് അത്. പിന്നെ ഇത് അവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ഇപ്പം നല്ല രസം തോന്നിയതുകൊണ്ട് ചേച്ചിയൊക്കെ അവിടെ നിന്നിട്ട് 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് ഞങ്ങൾ ശംഖുവിനെ ഒന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോയി. ഡയപ്പർ ചേഞ്ച് സ്റ്റേഷനൊക്കെ എന്തൊരു വൃത്തിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ക്രിസ്മസ് ട്രീ കണ്ടില്ലേ, അതിൻ്റെ താഴെയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് വിൻ്റർ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വില്ലേജ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് സ്റ്റോറുകളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ എന്തോ ഒരു സാന്റ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ സാന്റയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പിള്ളേരെ പറ്റിക്കൽസ് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവം അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റോറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതവിടെ അവരുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നോ ബിയർ ആയിരുന്നു. നമുക്ക് അതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം നമ്മൾ എടുത്ത 1-2 ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ KFC കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ KFC ആണെങ്കിൽ അവിടെ ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. കുട്ടികളിനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ തിരക്കായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോളിൽ നിന്ന് പുറത്ത് വന്നു. താഴെ KFCയുടെ സ്റ്റോർ ഉണ്ടായിരുന്നു, അവിടെ പോയി കഴിക്കാമെന്ന് വെച്ചു. അവിടെ ആകുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ഒന്നും കൂടെ സ്പേസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. സോ നമ്മളവിടെ ഇറങ്ങി, മോളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് KFCയിലെത്തി. നമ്മളവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഏട്ടനും ചേച്ചിയും താഴെ പോയി ഓർഡർ ചെയ്ത്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞാനും ജിന്നും 2 ചെറുതുങ്ങളും കൂടിയിട്ട് അവിടെ നിന്നിട്ട് അത് നോക്കുമായിരുന്നു. പിന്നെ അതാ ഫുഡ് വന്നപ്പോഴുള്ള ശംഖുവിൻ്റെ എക്സ്പ്രഷൻസ് ആണോ ഈ കാണുന്നത്. എന്താ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കണ്ടപ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഇത് മേമടിയും മോൻ്റെയും പ്രസനാണ്. അങ്ങനെ 1-2 ഫോട്ടോസൊക്കെ അവിടെ നിർത്ത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് താഴെ ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ശംഖുവിന് നാണം വരുന്ന പാട്ട് ഞാൻ പിന്നെയും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അച്ചൂച്ചിയുടെ ചാനലിൽ ഇടാനാന്ന് പറഞ്ഞിട്ട് പാവം അതിനെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണേ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ ഏട്ടനും കൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ടാക്സി വിളിച്ചിട്ട് വേണം റൂമിൽ പോകാൻ. ആക്ച്വലി നടക്കാനുള്ള ദൂരം ഉള്ളെങ്കിലും പിള്ളേരിനായിട്ട് നടക്കൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് ടാക്സിയിലെ ബഹുലമായ ലിഫ്റ്റ്. നമ്മൾ ആകെ ഒരു കുഞ്ഞ് ലിഫ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഇടുങ്ങി പിടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു കാര്യമില്ല, 2 പ്രാവശ്യമായിട്ട് വന്നാൽ മതി, പക്ഷേ ഒരു രസം. അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തി. ഈ സാറുണ്ടായിരുന്നില്ല കേട്ടോ, വർക്കഹോളിക് ഹസ്ബൻഡ് വന്നില്ല നമ്മളെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചന്തുവിന് കുറേ മുന്നേ ഒരു റിങ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു സിൽവറിൻ്റെ. അപ്പോൾ അത് അവൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളെ എൻ്റെ അടുത്ത് അങ്ങനത്തെ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ വാങ്ങി അതേ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഇത്രയും നാളത് ഡിലേ ആക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ ചേച്ചി ഏട്ടനും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പറഞ്ഞ് അത് വാങ്ങിപ്പിച്ച് അവർക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വരുമ്പോൾ എനിക്കത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സർപ്രൈസ് പോലെ കൊടുത്തതാണ്. അപ്പോൾ മോതിരം കിട്ടിയതിൻ്റെ ആക്രാന്തത്തിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ നിൽക്കാണ്ട് അവൻ അത് വേഗം എടുത്തിട്ടു കേട്ടോ. അങ്ങനെ അപ്പോൾ സൈസ് കറക്റ്റ് ആവുമോ ഇല്ലേ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതെല്ലാം കറക്റ്റായി. അപ്പോൾ ഇന്നൊരു ഹാപ്പി എൻഡിങ് വീഡിയോ ആണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ശരിക്കും ബൈ ബൈ.